നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണെങ്കിൽ ഡെഫിനിറ്റായിട്ടും ഞാൻ പറയും നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെയാണ് കാണേണ്ടത്. പക്ഷേ അതേസമയം നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ അതിപ്പോൾ ആങ്സൈറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, പാനിക് അറ്റാക്ക് ആയിക്കോട്ടെ, OCD ആയിക്കോട്ടെ, അതൊരു മൈൽഡ് ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ളതാണെങ്കിൽ ബെറ്റർ ടു ടേക്ക് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഹെൽപ്പ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻസൈറ്റ് എന്ന് പറയും. ആ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ബോധം. ഇപ്പോൾ ചില ആളുകൾ ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവർക്ക് അവർക്കൊരു അസുഖമുണ്ട് എന്ന് അവർക്കറിയില്ല. അവർക്കങ്ങനെ ഒരു തോന്നലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അസുഖമില്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് മെഡിസിൻ കഴിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ അവർക്കുണ്ടാവും. അങ്ങനെയുള്ള കേസിലും കൂടുതൽ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത് സൈക്യാട്രിക് ട്രീറ്റ്മെൻ്റ് ആണ്. അസുഖം ഗുരുതരമാണെങ്കിൽ ഡെഫിനറ്റായിട്ടും മെഡിസിൻ കഴിക്കുന്നത് തന്നെയാണ് നല്ല ഓപ്ഷൻ. അതേസമയം നിങ്ങൾക്ക് ഒരു അസുഖമുണ്ട്, അത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചു, അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ സൈക്കോതെറാപ്പി ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുക. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു OCDയുടെ തുടക്കം, ഒരു ആങ്സൈറ്റിയുടെ തുടക്കം, നിങ്ങൾ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു സംഗതി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ ടു ടേക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഹെൽപ്പ്. അപ്പം നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് സൈക്കോതെറാപ്പിയിൽ ഉണ്ടാക്കാൻ പറ്റും. ആ ഇമ്പ്രൂവ്മെൻറ്റ് ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും എന്ന പ്രത്യേകത അതിനുണ്ട്.